കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ ദിവസത്തിന്റെ നല്ല പുലർക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. ഈ നല്ല പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാലത്തും വർണ്ണപ്പൊലിമയുള്ള സ്വപ്നങ്ങൾ കാണുന്നവനാണ് മനുഷ്യൻ. ഓരോ പ്രഭാതങ്ങളും പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. പ്രതീക്ഷകളുടെ സാഫല്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജം പകരുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന അപ്പമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശു പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം പുരാതന ശൂന്യങ്ങളെ പണിയുന്നവർ എന്നുള്ളതാണ്. പുരാതന ശൂന്യങ്ങളെ പണിയുന്നവർ. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 58 അതിന്റെ 12ാമത്തെ വാക്യം. യെശയ്യാവ് 58:12. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും, കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. വളരെ സുപ്രധാനമായിട്ടൊരു വാക്യമാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ദൈവത്തിന് സ്തോത്രം. പുരാതന ശൂന്യങ്ങളെ പണിയുന്നവർ. ദൈവം സ്ഥാപിച്ചിട്ടുള്ള പലതിനെയും ശൂന്യമാക്കുക എന്നതാണ് പിശാചിന്റെ സുപ്രധാനമായ ലക്ഷ്യം. അതിനായി ദൈവവചനത്തിന് നേർവിപരീതമായ ഉപദേശങ്ങളെ കൊണ്ട് പിശാച് ഇന്ന് ലോകത്തെ നിറച്ചിരിക്കുകയാണ്. അനേകർ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി ദൈവകൽപ്പന ലംഘികളായിട്ട് തീർന്നിരിക്കുന്നു. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒന്നാണ് ദൈവം സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ദിവസം. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിട്ട് അവൻ ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശബദിനെ വിശ്രമത്തിനും ആരാധനയ്ക്കുമായിട്ട് നൽകി. എന്നാൽ ആ ദൈവം സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ദിവസത്തിന് പകരം പിശാച് അവന്റേതായിട്ടുള്ള ഒരു ദിവസം ലോകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ദൈവം സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ദിവസത്തിൽ ദൈവകൽപ്പന പ്രകാരം ദൈവത്തെ ആരാധിക്കണമെന്നാണ്. എന്നാൽ മനുഷ്യൻ അത് വിട്ട് തെറ്റായ പാതയിലേക്ക് പോകുമ്പോൾ നാം പിശാചിന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും എന്ന് പറഞ്ഞാൽ പിശാച് ശൂന്യമാക്കിയിരിക്കുന്ന ദൈവവചന സത്യങ്ങളെ പണിയുക എന്നുള്ള വലിയ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സാത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ ദിവസത്തെയാണ്. എന്നാൽ നാം വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെന്ന് അംഗീകരിക്കുകയും ദൈവമാണ് എൻ്റെ സർവസ്വം എന്നുള്ള വലിയ അംഗീകാരം ദൈവത്തിന് കൊടുക്കുന്നതിന്റെ അടയാളമാണ് വിശുദ്ധ ശബദ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം ദൈവകൽപ്പനകൾക്ക് അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണോ അതോ ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി പിശാച് സ്ഥാപിച്ചിട്ടുള്ള ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണോ? നമുക്കൊരു സംശയം തോന്നിയേക്കാം, ഏത് ദിവസം ആരാധിച്ചാൽ എന്താ, എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങളല്ലേ എന്ന്. എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങളാണ്. പക്ഷെ ആരാധനയ്ക്കായിട്ട് ദൈവം തന്നിരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബദ ദിവസമാണ്. നാം ദൈവവചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് ആരാധിച്ചാൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. ഒരു ഉദാഹരണം പറയാം. ലേവ്യ പുസ്തകം അതിന്റെ 10ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ലേവ്യ 10:1-2 വാക്യങ്ങൾ. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് ധൂപവർഗവും ഇട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, അഹരോന്റെ പുത്രന്മാരാണ്, മഹാപുരോഹിതന്റെ മക്കളാണെന്നുള്ള
പരിഗണനയൊന്നും ദൈവം കൊടുത്തില്ല. വ്യവസ്ഥ തെറ്റിച്ച് ആരാധിച്ചവന്റെ ആരാധനയിൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടില്ല. അവിടെ ദൈവം തമ്പുരാൻ തീ ഇറങ്ങിയവരെ ദഹിപ്പിച്ചു കളഞ്ഞതായിട്ട് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് അവർ ഏത് വ്യവസ്ഥയെ ലംഘിച്ചത്? നമ്മൾ സംഖ്യ 16:46 വായിക്കുമ്പോൾ യാഗപീഠത്തിലെ തീയാണ് ധൂപകലശത്തിൽ ഇടേണ്ടത്. ആ വ്യവസ്ഥ അവർ ലംഘിച്ചപ്പോൾ ദൈവം അവരുടെ ആരാധനയിൽ പ്രസാദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നാം ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ വിട്ടിട്ട് നമുക്ക് തോന്നിയ ദിവസം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരാണെന്നും ആമേൻ അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും തട്ടിപ്പോയതുപോലെ നമ്മെ തട്ടുന്ന തീ വരുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പുരാതന ശൂന്യങ്ങളെ പണിയുന്നവരായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ പിശാച് തകർക്കുവാൻ ശ്രമിക്കുന്ന ദൈവവചന സത്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിട്ട് മാറണം. അപ്രകാരം ദൈവവചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. നമ്മുടെ സന്തതികൾ പുരാതന ശൂന്യങ്ങളെ പണിയട്ടെ. കേട് തീർക്കുന്നവനെന്നും പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നമുക്ക് പേർ വിളിക്കുവാനിടയായി തീരട്ടെ. ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ അപ്രകാരം നമുക്ക് നല്ല തീരുമാനമെടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗത്താലും മറ്റു ഭാരങ്ങളാലൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ കർത്താവ് വിടുതൽ നൽകട്ടെ. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അതായത് വെട്ടിപ്പുറം സഭയിലെ ജെയ്ഫിൻ ജെയിംസ്, അതുപോലെ പുന്നവേലി സഭയിലെ സോഫിയ ജോസ്, ഈ പ്രിയപ്പെട്ടവരെ കൂടെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയുന്നവരായിരിക്കാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. പിശാച് തകർക്കുവാൻ ശ്രമിക്കുന്ന ദൈവവചന സത്യങ്ങളെ ആമേൻ അടിയങ്ങൾ കണ്ടെന്നില്ല നടിക്കാതെ തിരുവചന സത്യങ്ങൾക്കനുസരിച്ച് അടിയങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധിയിലും വേർപാടിലും ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗങ്ങളില്, ഭാരങ്ങളില്, പ്രയാസങ്ങളില്, കടബാധ്യതകളില്, ജീവിതത്തിന്റെ ആകുലതകളിലൊക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിയണമേ. മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശ്വാസവും വിടുതലും നൽകണമേ. ഇന്ന് ജന്മദിനമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. പുതിയ വർഷം അവർക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ ജീവിത നന്മകളും ധാരാളമായിട്ട് നൽകി മാനിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനവ മഹത്വന്റെ കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.